ഹായ് വ്യൂവേഴ്സ്, ഇന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചമ്മന്തിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പപ്പടം ചമ്മന്തിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി പപ്പടം ചെറുതായിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട്. ഉള്ളി, വറ്റൽമുളക് രണ്ടും കൂടി ചതച്ച് വെച്ചിരിക്കുന്നതാണ്. ഉള്ളി ഒരു 6 എണ്ണം, വറ്റൽമുളക് ഒരു 4 എണ്ണം. അത് എങ്ങനെയാണ് എരിവിൻ്റെ താല്പര്യം കൂടുതലോ കുറവോ ഇഷ്ടമുള്ളവർക്ക് അതനുസരിച്ച് വറ്റൽമുളക് എടുക്കാം. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. പണ്ടുള്ള അമ്മമാരൊക്കെ പപ്പടത്തിൻ്റെ കൂടെ ഉണ്ടാക്കുന്ന ഒരു ചെറിയ ചമ്മന്തിയാണ്. നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമ്മുടെ ചട്ടി ചൂടായി കഴിഞ്ഞു. നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആദ്യം തന്നെ നമുക്കിതിലേക്ക് പപ്പടം വറുത്ത് കോരാം. പപ്പടം എല്ലാം നമ്മൾ പൊരിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഉള്ളി മുളകും ചതച്ച് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഇട്ടാൽ മതി. ഇതിലേക്ക് ആവശ്യത്തിന് ഈ ചമ്മന്തിയുടെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഈ ചമ്മന്തി ഒന്ന് മൊരിയണം, എന്നാലേ നമുക്ക് പപ്പടം ഇട്ട് കൊടുക്കാനുള്ള പാകമാവുള്ളൂ. ഉള്ളിയും മുളകും നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. നമുക്കിനി പപ്പടം ചേർത്ത് ഇളക്കാം. പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ അല്ലെങ്കിൽ പപ്പടം ആകെ പൊടിഞ്ഞു. ഇപ്പോൾ എല്ലാത്തിലും മുളകും ഉള്ളിയൊക്കെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. കാര്യം പപ്പടം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും പൊരിക്കാൻ മാത്രമേ പറ്റുള്ളൂ എന്ന്. പക്ഷേ പപ്പടത്തിൻ്റെ ഒത്തിരി വിഭവങ്ങളുണ്ട്. അത് കാണണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ടേസ്റ്റി വിഭവം നിങ്ങളും ഒന്ന് പ്രിപ്പയർ ചെയ്യുക. വളരെ കുറച്ച് ടൈം മതി. എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു വ്യൂവേഴ്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.